വണക്കം നിറ നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർഡ് അഡ്വൈസർ അല്ല. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 3-ാം തീയതി ഡിസംബർ മാസം 2025 രാവിലെ 8:05 ആയിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്നതോ ഒരു ലോട്ട്, പറയുന്നതോ വായിൽ കൊള്ളാത്ത വർത്തമാനം. അതായിരുന്നു ഒരു യൂട്യൂബിലെ കമൻറ്റ്. അനിൽ 644 എന്ന് അദ്ദേഹം എഴുതിയിരുന്നു കമൻറ്റ്. ഞാൻ എന്താണ് വായിൽ കൊള്ളാത്ത വർത്തമാനം പറഞ്ഞത് എന്നുള്ളതും കൂടെ പറയുകയാണെങ്കിൽ നമുക്കത് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണമെന്ന് നമുക്ക് നോക്കാം, മാറ്റാനായിട്ട് ശ്രമിക്കാം. അന്ന് സ്ട്രാഡിലിനെ കുറിച്ചും ഓപ്ഷൻ സെല്ലിനെ കുറിച്ചുമാണ് ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അപ്പം ഈ സ്ട്രാഡിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള ബേസിക് നോളേജ് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹത്തിന്. പക്ഷേ വളരെ സിമ്പിളാണ്. സ്ട്രാഡിൽ എന്ന് പറഞ്ഞാൽ എവിടെ തുടങ്ങിയോ അവിടെ തീർക്കുക. വളരെ സിമ്പിളായിട്ടാണ് സ്ട്രാഡിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് സ്ട്രാഡിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അറ്റ് ദ മണി സിയും പിയും ഒരേ സ്ട്രൈക്ക്. അതിൽ അറ്റ് ദ മണിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. സെല്ലിങ്ങിൽ നല്ല കറ തെളിഞ്ഞ ആൾക്കാരെല്ലാം ചെയ്യുന്ന കാര്യമാണ്. അറ്റ് ദ മണിയിൽ അവർ പിയും സിയും സെല്ല് ചെയ്യും. അപ്പം എവിടെയാണോ, അതായത് ഫോർ എക്സാമ്പിൾ അറ്റ് ദ മണിയാണ് അവർ സെല്ല് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മുകളിലോട്ട് പോയാൽ തിരിച്ച് അതേ ലെവലിൽ വരണം, താഴോട്ട് പോയാൽ തിരിച്ച് അതേ സ്ട്രൈക്കിലോട്ട് വരണം. ഏതാണോ അറ്റ് ദ മണിയിൽ അവർ ചെയ്തത് തിരിച്ച് വരണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ സ്ട്രാഡിൽ വളരെ അടിപൊളിയാണ്. ഓപ്ഷൻ സെല്ലറിനും ഓപ്ഷൻ ബയറിനും ഉഗ്രനാണ് കേട്ടോ സ്ട്രാഡിൽ. അതായത് സ്ട്രാഡിലല്ല, ഓപ്ഷൻ ബയറിനെ സംബന്ധിച്ചിടത്തോളം ഇൻട്രാഡേ ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റുകൾ ഉണ്ടാക്കാൻ പറ്റും. സ്ട്രാഡിലുള്ള ആഴ്ചകളൊക്കെ നമുക്ക് നല്ല മൊമെൻറ്റവും കിട്ടും. കാര്യത്തിൽ എക്സാമ്പിളിന് പറയുകയാണ്, കഴിഞ്ഞ ആഴ്ച, അതായത് ഈ കോൺട്രാക്റ്റ് ഡിസംബർ കോൺട്രാക്റ്റ് കഴിഞ്ഞ ബുധനാഴ്ചയാണ് നമുക്കിവിടെ തുടങ്ങിയത് അല്ലേ. കഴിഞ്ഞ ബുധനാഴ്ച സ്ട്രാഡിലായിരുന്നു കോൺട്രാക്റ്റ് ചെയ്തിരുന്നത്. വീക്ക്ലി കോൺട്രാക്റ്റ് സ്ട്രാഡിലായിരുന്നു. അതിനൊരു എക്സാമ്പിളാണ് 26,000 കാളും പുട്ടും വിറ്റിരുന്നു. അപ്പം ഈ കാളും പുട്ടും വിറ്റ് കഴിഞ്ഞാൽ 300 രൂപയുടെ കാളും പുട്ടുമാണ് വിറ്റിരുന്നത്. 300 റുപ്പീസിൻ്റെ കാളും പുട്ടുമാണ്. രണ്ടും കൂടെ ചേർന്നിട്ട് 300 രൂപയേ ഉള്ളൂ. 26,000 കാളും പുട്ടും വിറ്റിട്ട് ഇതുണ്ടോ, ഇത് സ്പോട്ടാണ് നിങ്ങൾ കാണുന്നത്. ഈ സ്പോട്ടിൻ്റെ ചാർട്ടിൽ ഇത് തിങ്കളാഴ്ചത്തെ ചാർട്ടാണ്. 300 രൂപ കൂടുതൽ പോയിട്ടില്ല. 26,000 300 കൂടുതൽ പോകാൻ വിട്ടില്ല. തിരിച്ച് 26,000-ലാണല്ലോ അവർ ചെയ്തത്. ഇതേണ്ടേ, ഞാൻ കാണിച്ചത് നിങ്ങൾക്ക്. ഇതേണ്ടോ, ഇതാണ് കഴിഞ്ഞ ബുധനാഴ്ച 26-ാം തീയതി നമുക്ക് പുതിയ കോൺട്രാക്റ്റ് തുടങ്ങിയത്, ഡിസംബറിൻ്റെ കോൺട്രാക്റ്റ്. ഇതായിരുന്നു അറ്റ് ദ മണി, രാവിലത്തെ അറ്റ് ദ മണി 25,899. സോ 26,000 കാളും പുട്ടും അവർ വിറ്റു. ഇപ്പോൾ ഇവിടെ തുടങ്ങിയോ, എവിടെയാണ് അവർ കൊണ്ട് നിർത്തിയെന്ന് കണ്ടോ. തിരിച്ച് ഏകദേശം അതിൻ്റെ അടുത്ത് 25,997, 26,000 എക്സാക്ട്ലി 26,000 അവർ കൊണ്ടുവന്ന് നിർത്തി. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളൂ. ഇന്നലെ 26,000 കാള് 32 രൂപയും പുട്ട് 0 ആക്കി. ഓപ്ഷൻ സെല്ലർ ഇങ്ങനെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എവിടെയാണ് ഓപ്ഷൻ ബയറിനെ സംബന്ധിച്ചിടത്തോളം ഗുണം എന്ന് പറയാൻ കാരണം, ഇതാണ്ടോ, താഴേന്ന് മുകളിലോട്ട് നമ്മൾ കാളിൽ നല്ലൊരു റൈഡ് ചെയ്തു, കാളിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടി. അതേപോലെ മുകളിൽ നിന്ന് താഴോട്ടും നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടി. ഇത് അദ്ദേഹത്തിന് മാത്രമല്ല, എല്ലാ യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളിവിടെ തമ്പനയിലേ ഇടാറില്ല, ഒരു അട്രാക്റ്റീവ് വേർഡ്സ് ഇടാറില്ല. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിവിടെ കാര്യങ്ങൾ പറയുന്നതും. മനസ്സിലാക്കാവുന്നവർക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാൻ കരുതുന്നത്. നമുക്ക് വേറൊരാൾ ഗോപാലകൃഷ്ണൻ, ഇന്നലെ അദ്ദേഹം ഒരു കമൻ്റ് ഇട്ടിരുന്നു നമ്മുടെ യൂട്യൂബിൽ. അദ്ദേഹത്തിനും ഇത് പി യിലോട്ട് കയറാനുള്ള കാരണം എന്ന് ചോദിച്ചിരുന്നു. ആദ്യമേ അഡ്വാൻസ് ആയിട്ട് പി യിൽ എന്തുകൊണ്ടാണ് കയറിയത്? കാര്യത്തിൽ സ്ട്രാഡിൽ എന്ന് മനസ്സിലാക്കിയത് കൊണ്ട്, നമ്മുടെ വീക്ക്ലി കോൺട്രാക്റ്റ് സ്ട്രാഡിൽ എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് 26,000 വരേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഇന്നലെ ലൈവ് വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ ഓപ്പൺ എടുത്ത് കളഞ്ഞാൽ ഒരു 100 പോയിൻറ്റിൻ്റെ റൈഡ് താഴോട്ട് നമുക്ക് കിട്ടും എന്ന്. സോ 100 പോയിൻറ്റിൻ്റെ റൈഡ് കിട്ടിയോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. സോ വേണുഗോപാൽജി, ഇതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ഗോപാലകൃഷ്ണൻ സർ ആദ്യമേ നമ്മൾ പി യിൽ കയറാൻ കാരണം, ഒന്ന് സ്ട്രാഡിലായിരുന്നു, താഴെ 26,000 അവർക്ക് കൊണ്ടുവരണമായിരുന്നു ഓപ്ഷൻ സെല്ലറിനെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ ഇവിടെ
ഈ റിജക്ഷൻ പ്രീവിയസ് ഡേ ലോവിൻ്റെ അവിടെ റിജക്ഷൻ കിട്ടിയതുകൊണ്ട് കൂടി ഗ്യാപ്പ് ഡൗൺ ഓപ്പണും പ്രീവിയസ് ഡേ ലോയ്ക്ക് താഴെ അക്സെപ്റ്റൻസ്, അതായത് അകത്ത് അക്സെപ്റ്റൻസ് കിട്ടിയില്ല, അകത്ത് റിജക്ഷനായി, അകത്ത് കയറാൻ ട്രൈ ചെയ്തു, പ്രീവിയസ് ഡേക്ക് അകത്ത് ഇൻസൈഡ് കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെയാണ് പി ഇയിൽ ഇന്നലെ നമ്മൾ ട്രേഡ് ചെയ്തതും. നമുക്ക് ഇന്നത്തെ കാര്യത്തിലോട്ട് പോകാം. ഇത് ഇന്നത്തെ ചാർട്ടാണ്. ഇന്ന് നമുക്ക് POC രണ്ടായിട്ടാണ് കാണിക്കുന്നത്, 125ഉം 150. ഇതാണ് ലെവൽസ്. ഈ ലെവൽസ് നിങ്ങൾ നോക്കിക്കോളൂ. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.